നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ പണമിറക്കി അട്ടിമറിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇന്ന് പൂത്തൃക്ക പഞ്ചായത്തിൽ നടന്നത്. പൂത്തൃക്ക പഞ്ചായത്തിലെ 6 മറ്റ് മെമ്പർമാരാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയായിരുന്നു. മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് ഇന്ന് ഈ പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറയുന്ന പൂജ കോലഞ്ചേരി ജംഗ്ഷനിൽ വന്നു. സജീന്ദ്രൻ, മുൻ MLA സജീന്ദ്രൻ്റെ വെള്ള ഇന്നോവ കാറിൽ കയറുകയാണ്. ആ കാറിൽ CP ജോയ് DCC സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കാറിൽ കയറി ഇവർക്ക് ഓഫർ ചെയ്തത്, കാരണം ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. അതുകൂടാതെ 7 ലക്ഷം രൂപയുടെ സഹകരണ ബാങ്കിൽ, പൂത്തൃക്ക സഹകരണ ബാങ്കിൽ അവർക്ക് 7 ലക്ഷം രൂപയുടെ ലോണും പലിശയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡീല് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും പലിശയും ഞങ്ങൾ അടച്ചുകൊള്ളാം, അതുകൂടാതെ ഈ രാജിവെക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാം. ഇത് ആസൂത്രണം ചെയ്തത് ഈ പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ്. അവർക്കെന്താണ്, അവർ നോട്ടീസ് കൊടുത്തു, ഇത് അടയ്ക്കാൻ പറഞ്ഞു. അനീപൻ കുന്നത്ത്, അതുപോലെ പൂത്തൃക്ക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്പളശ്ശേരി, ഇവർ 2 പേരുമാണ് ഇതുമായിട്ട് ചർച്ച നടത്തി ഈ ഡീൽ ഉറപ്പിക്കാനായിട്ട് നോക്കിയത്. അങ്ങനെ പറഞ്ഞനുസരിച്ച് 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് പൂജയെ കോലഞ്ചേരി ജംഗ്ഷനിൽ വരുന്നു. സജീന്ദ്രൻ കാറിലുണ്ട്, CP ജോയ് DCC സെക്രട്ടറി കാറിലുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഉറപ്പിച്ചതിന് ശേഷം അവർ അതിൻ്റെ അടുത്ത് തന്നെയുള്ള അവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അത് ഫൈനലാക്കി 29-ാം തീയതി രാജി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ വിവരം അന്ന് തന്നെ എനിക്ക് കിട്ടി. 28-ാം തീയതി രാവിലെ 7 മെമ്പർമാർ, പൂജയടക്കം ഞാനിവിടെ വിളിപ്പിച്ചു. എനിക്ക് കിട്ടിയ റെക്കോർഡുകൾ ഇതാണ് ഡീല് എന്ന് പറഞ്ഞ് ഞാൻ അവരെ അത് കേൾപ്പിച്ചു. അന്ന് വൈകിട്ട് 28-ാം തീയതി അന്ന് ഓർക്കണം. അപ്പം അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പാർട്ടിയെ വഞ്ചിക്കില്ല, ഞാൻ ജനങ്ങളെ വഞ്ചിക്കില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ് ഇവിടെ ഞാൻ ആ ഡീൽ അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഡീലിൽ നിന്ന് പിന്മാറി. ഇന്നലെ വീണ്ടും ഇവർ തുടർച്ചയായിട്ട് ഇവരെ സമീപിച്ചുകൊണ്ടിരുന്നു. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമാക്കി ഉയർത്തി. അതുകൂടാതെ 7 ലക്ഷം ലോണും അതിൻ്റെ പലിശയും അടച്ചു തീർത്തോളാം എന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു MLA ആകാൻ വേണ്ടിയിട്ട് എത്രമാത്രം തറ പണികളാണ് ഇവർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ഒരു പ്രസിഡന്റ്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റിനെ അവര് 20 ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്തിട്ട് അതിൻ്റെ പ്രസിഡന്റ് അവരെ കൊല്ലുമെന്ന് പറഞ്ഞു. കൊലപാതക ഭീഷണിയുണ്ട്. ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് 2020-യെ അപമാനിച്ച് ഈ കുന്നത്തുനാട് നേടാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സാബു ജേക്കബിനെ 14 വർഷമായിട്ട് അറിയാം. സാബു ജേക്കബ് ആരാണെന്നറിയാം. ഒരു വിധത്തിലും ഒരു നിയമം ലംഘിക്കുകയോ ഒരു അനീതി ചെയ്യുകയോ ഒരു അധർമ്മം ചെയ്യുന്ന ആളല്ലാന്ന് ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്കും അറിയാം. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താറില്ല, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഇതില് അതേ സമയത്ത് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെ 20 ലക്ഷം മുടക്കി ഇലക്ഷന് 2 ദിവസം മുമ്പ് വിലയ്ക്ക് വാങ്ങിയിട്ട് ജയിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി
ഈ പറയുന്ന വ്യാഴാഴ്ച ഇവിടുത്തെ ജനങ്ങൾ പൂത്രക്കല ജനങ്ങൾ തന്നെ കൊടുക്കും. പൂത്രക്കല ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം 2020 ലേബലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ആ പഞ്ചായത്തിന്റെ അധികാരം ജനങ്ങള് 2020 ഏൽപ്പിച്ചു. അങ്ങനെ ഒരു പ്രസിഡന്റിനെ 20 ലക്ഷത്തിന് വിലയ്ക്ക് വാങ്ങി ഒരു പഞ്ചായത്തിനെ അട്ടിമറിച്ച് വിലയ്ക്ക് വാങ്ങാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പോ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഇതുപോലെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണോ MLA ആവേണ്ടത് എന്ന് ജനങ്ങൾ ചിന്തിക്കണം. ഇതുപോലെ കാശ് കൊടുത്ത് കേരളത്തെ മേടിച്ച്, ഇവിടുത്തെ ജനങ്ങളെ മേടിച്ച്, ജനാധിപത്യത്തെ മേടിച്ച് അങ്ങനെയാണോ ഒരു MLA ആകേണ്ടത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആലോചിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേരളത്തിന് ഒരു പാഠമാണ്. പൈസ കൊടുത്താൽ ഇവിടെ ഏത് ജനാധിപത്യത്തെയും ഏത് ജനങ്ങളെയും മേടിക്കാം, വഞ്ചിക്കാം എന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നതാണ് കണ്ടത് നമ്മളിവിടെ. ഇനി ആ ഓഡിയോ, അതായത് 28-ാം തീയതി 27-ാം തീയതി ഉണ്ടായ സംഭവം, ഞങ്ങളുടെ കയ്യില് ഈ പറയുന്ന വണ്ടിയിൽ കയറുന്നതും ഇതിന്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അവര് നിഷേധിക്കട്ടെ, സജീന്ദ്രൻ പറയട്ടെ അങ്ങനെ നടന്നില്ല എന്ന്, ഈ കാശ് കൊടുത്തല്ല എന്നുള്ളത്. ഈ പറയുന്ന വ്യക്തികള്, അതായത് അനീവൻ കുന്നത്ത് പറയട്ടെ, പ്രസിഡന്റാണ്. അപ്പോ ഒരു ബാങ്കിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. സഹകരണ ബാങ്കിന് ആളുകൾക്ക് നോട്ടീസ് അയക്കുക, അത് കഴിഞ്ഞ് അവിടെ ഭീഷണിപ്പെടുത്തുക, ജപ്തി നടപടി എന്ന് വരിക, അത് കഴിഞ്ഞ് അത് സെറ്റിലാക്കിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ 20 ലക്ഷം കൊടുത്ത് മേടിച്ചിരിക്കുന്നു. അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത്? ഇനി അല്ലെങ്കിൽ സജീന്ദ്രൻ പറയട്ടെ ഈ സംഭവം ഉണ്ടായില്ല എന്നുള്ളത്, അപ്പൊ ഞാൻ തെളിവ് തരാം. ഇനി നിങ്ങൾ ആ ശബ്ദരേഖ ഒന്ന് കേൾക്കുക. നിങ്ങൾ, എനിക്ക് അന്ന് രാത്രി 27-ാം തീയതി ഡീൽ ഉറപ്പിച്ച് അന്ന് രാത്രി തന്നെ എനിക്ക് വിവരം കിട്ടി. നിങ്ങളൊന്ന് കേട്ട് നോക്കത്. സാർ ഗുഡ് മോർണിംഗ്. ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പറയുന്നത്. അത് കോൺഗ്രസ്സുകാർ സജീന്ദ്രനെ കേട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അയാൾക്ക് എന്തോ ഒരു ഭയങ്കര ലോണുണ്ട്, ആ ലോണിന്റെ പൈസ കൊടുക്കാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2 ദിവസത്തിനകം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കും. എന്നിട്ട് രാജിവെച്ചാൽ കോൺഗ്രസ് ചേരാൻ എന്തെങ്കിലും ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു മീറ്റിങ്ങിൽ ചർച്ചയിലുണ്ടായിരുന്ന ഒരാളുടെ ഒരു വിവരം കിട്ടിയതാണ്. അപ്പൊ സാറും നോക്ക്, എനിക്കറിയാവുന്ന വിവരം പറഞ്ഞാട്ടോ, വേറെ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പൊ സാർ അന്വേഷിച്ച് നോക്ക്. പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് 2 ദിവസത്തിനകം രാജിവെക്കുമെന്നാണ് പറയണേ. സാർ അന്വേഷിച്ചിട്ട് എന്താ ചെയ്യും? ഒന്നുകൂടിയുണ്ട് കൃത്യമായിട്ടുള്ള ഇത്, അത് പുറത്തുവിടാൻ പറ്റില്ല ചില കാര്യങ്ങൾ. ഇത് എനിക്ക് 27-ാം തീയതി ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി. 28-ാം തീയതി ഇത് കിട്ടിയപ്പോ ഇവരടക്കം ഈ 6 പേര് പിന്നെ ബാങ്കിലെ ലോൺ തീർത്തുകൊടുത്തേക്കാന്നാണ് കണ്ടിരിക്കുന്നതാണ് പറയണേ. 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും കൊടുക്കും, ബാലൻസ് ബാങ്കിലെ ലോണും തീർത്തു കൊടുക്കും അങ്ങനെ പറയണേ. എനിക്ക് അറിയില്ല കേട്ടോ. 5 ലക്ഷം രൂപ ക്യാഷും ബാങ്കിലെ ലോണും തീർത്ത് കൊടുക്കുന്നു. ഈ വിവരം 27-ാം തീയതി രാത്രി എനിക്ക് കിട്ടുകയാണ്. ഇനി നിങ്ങൾ ചോദിച്ചോളൂ, ഈ 6 പേരും ഈ പറയുന്ന പൂജയടക്കം 7 പേരെ 28-ാം തീയതി രാവിലെ ഇവിടെ ഈ ഓഫീസിൽ ആ ടേബിളിലിരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. അത് ഈ ഓഡിയോ അവരെ കേൾപ്പിച്ചു. നീ ഇവരോട് ചോദിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശരിയാണെന്നുള്ളത്. 28-ാം തീയതി ആയിക്കോട്ടെ, അതെന്തുമാവട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് 27-ാം തീയതി 6:45 പൂജ സജീന്ദ്രൻ MLA വെള്ള ഇന്നോവ കാറിൽ കയറിയോ, CP ജോയി ഉണ്ടായിരുന്നോ, നിഷേധിക്കട്ടെ, തെളിവ് കൊണ്ടുവരാൻ നേരം. ഇപ്പൊ ഞാൻ പറയില്ല ആ കാര്യങ്ങള്. ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഞാന് പറയുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് ഇപ്പൊ പറയാവുന്ന തെളിവുകൾ ഇത്രയും ഉള്ളൂ. ഇവര് നിഷേധിക്കട്ടെ, ഈ പറഞ്ഞ് ശരിയല്ല. ഇനി ഇവിടെ ഇരുന്ന് ഇവര് പറഞ്ഞു എനിക്ക് കടമുണ്ട്, ഇവിടെ സംബന്ധിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അന്ന് 28-ാം തീയതി രാവിലെ വിളിക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന്റെ സോഴ്സ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ഇവര് നിഷേധിക്കട്ടെ കാര്യം. അത് കഴിഞ്ഞ് നീ ഓഫീസിൽ പോയത്, അവിടെ കയറി ഡീൽ ഉറപ്പിച്ചത്,
ഇപ്പൊ വീണ്ടും ഡീൽ ഉറപ്പിച്ചത് കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നോട്ടീസ് അയച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ നിങ്ങൾ. ഈ ശബ്ദരേഖ ആരുടെയാണെന്ന് പറയുന്നില്ല. ഈ പറയുന്ന ഈ ദൃശ്യങ്ങൾ താങ്കളുടെ കയ്യിൽ ഉണ്ട് എന്ന് താങ്കൾ അവകാശപ്പെടുന്നുണ്ട്. 2 ദിവസം മാത്രമേ ഉള്ളൂ ഈ വോട്ടെടുപ്പ്. ചോദിച്ചു നോക്ക്, ശശീന്ദ്രനോട് പോയി ചോദിക്കും നിങ്ങൾ ഈ ചോദ്യം. ഞാൻ കൃത്യമായിട്ട് സമയവും ഇത് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞത്. ഞാൻ തെളിവ് സഹിതം 27-ാം തീയതി ഇത്ര മണിക്ക് ഇന്ന കാറില് ഇന്നയാളുണ്ടായിരുന്നു എന്നടക്കം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് സജീന്ദ്രനോട് ചോദിക്ക് ഇന്നയാൾ വണ്ടിയിൽ കയറിയോ ഇല്ല എന്ന് പറയുമ്പോൾ ബാക്കി തെളിവ് കൊണ്ടുവരാം. മനസ്സിലായോ? മെമ്പർമാര് പറഞ്ഞോ. ഞങ്ങൾക്ക് ഒത്തിരി ഷോക്കായിട്ടുണ്ട് ഈ ന്യൂസ്. ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഇങ്ങനൊരു തീരുമാനം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഷോക്കിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും. 28-ാം തീയതി എന്താ ഉണ്ടായിരുന്നു ഇവിടെ? 28-ാം തീയതി സാറ് പറഞ്ഞ പോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് അപ്പോഴാണ് ഞങ്ങൾ 7 പേരും ഈ വോയിസ് കേൾക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയില്ല സാർ, ഞങ്ങൾ മേടിച്ചിട്ടില്ല, അത് ഇതിനെ കുറിച്ച് പറയുന്നതെന്നാണ് ആള് പറഞ്ഞത്. അല്ല, അത് ഞാൻ പുറത്തു വിടില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പോയി അന്വേഷിക്കുക. എനിക്ക് എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കാം. നിങ്ങൾ ആ ശബ്ദം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ആയിക്കോട്ടെ, അതിലെ സ്റ്റാഫ് പറയുന്ന മാതിരി സാറേ ഇന്നതാണ് ഞാൻ കേട്ടതാണ്, സത്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അയാൾ സ്റ്റാഫിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെയല്ലോ പറയിപ്പിക്കുന്നത്. ഞാൻ അന്ന് തന്നെ ഇത് പറയാമായിരുന്നല്ലോ. ഞാൻ ഇത്രയും ദിവസം വരെ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ 28-ാം തീയതി വരെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി പൂജയോട് ചോദിക്ക് ഈ കാര്യം, ഈ വോയിസ് അന്ന് കേൾപ്പിച്ചോന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നേ, അനോണിമസ് ആയ ഒരു ശബ്ദരേഖയാണ് ഇതിലിപ്പം. ഈ VP സജീന്ദ്രന്റെ ശബ്ദരേഖ കേൾക്കുന്നില്ല, ഈ പറയുന്ന പൂജയുടെ ശബ്ദമില്ല, മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ശബ്ദം. അങ്ങനെ ആണെങ്കിലല്ലേ നമുക്ക് ഒരു തെളിവായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ തെളിവെടുക്കണ്ട, നിങ്ങളുടെ തെളിവൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാനായിട്ടുള്ള അവകാശം പോലും. നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണത്. അത് വിട്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് വരെ പറയരുത്. ലൈസൻസ് ഇല്ല. നിങ്ങളത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് പുറത്ത് വിടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല എന്നാണ്. ശരി, ആയിക്കോട്ടെ. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വേറെ ആർക്കെങ്കിലും എന്ന് ചോദിക്കാനുണ്ടോ? ഇതിലേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശശീന്ദ്രന്റെ അടുത്തേക്ക് പോവുക. ഞാൻ ഇന്ന സമയം കൃത്യമായിട്ട് പറഞ്ഞു. 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് ശശീന്ദ്രന്റെ വെള്ള ഇന്നോവ കാറിൽ ശശീന്ദ്രനടക്കം CP ജോയി അടക്കം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. ഇതിന്റെ സൂത്രധാരകരാരാണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ വിവരം കിട്ടിയതിനനുസരിച്ച് 28-ാം തീയതി പൂജയോട് ചോദിക്കുക, ഇവരെ വിളിച്ചോ, ഈ ശബ്ദം ഞാൻ കേൾപ്പിച്ചോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവരാരെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം നിഷേധിക്കട്ടെ, അപ്പോൾ തെളിവ് കൊണ്ടുവരും. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത്, ഇനി അവർ പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. അവർ പറഞ്ഞു എനിക്ക് NDA, അതായത് ഞാൻ 2020 നിന്നോളാം, BJPയുടെ ഒരു പരിപാടിക്കും എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അവർ പറഞ്ഞു. ഇനി അവർ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഇവരെല്ലാവരും ഉണ്ട്, ഞാൻ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു ചക്കയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. ശരി, ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം. ഇത്രയുണ്ടായി. ഏത് ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
അങ്ങനെയല്ല. ഇതിലേ ഞാൻ ആദ്യമേ തന്നെ NDA ചേർന്നപ്പോൾ ചിലരൊക്കെ രാജിവെച്ച് പോയി. ഞാൻ അന്ന് പറഞ്ഞെന്താ, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അവർക്ക് രാജിവെച്ച് പോകാം. കാരണം ആശയപരമായിട്ട് ഞങ്ങളുണ്ടായിരുന്ന നിലപാടിൽ നിന്ന് വേറെ നിലപാടിലേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ആളാണത്. ഇവിടെയും അത് തന്നെ എടുത്ത് ഒരു മെമ്പർക്ക് പോലും ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുത്തു. അവർ പറഞ്ഞു ഞാൻ 2020 തിരഞ്ഞെടുത്ത ആളാണ്, എനിക്ക് BJPയുടെ പരിപാടിയിൽ ഞാൻ പറഞ്ഞില്ല വരണമെന്ന്. അവർ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞില്ല. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം എന്താ കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലല്ലോ, 20 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് കുറ്റം. അത് ചോദിച്ചു നോക്ക്, അന്നേരം മനസ്സിലാവും. ഓക്കെ, എന്നാണ് ഈ പൂജ പറഞ്ഞത് ഈ പറയുന്ന ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ 28-ാം തീയതി അവിടെ വിളിപ്പിച്ചപ്പോ ഈ ശബ്ദരേഖ കേൾപ്പിച്ചപ്പോ നിങ്ങളിവിടെ ഇല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിനു ശേഷം ഈ പ്രസിഡന്റ് ഏതെങ്കിലും പരിപാടിയിൽ, അതായത് പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു 2020 വിളിക്കുന്ന എല്ലാ പരിപാടികളിലും വരാറുണ്ട്. NDA മുന്നണിയുമായി ബന്ധപ്പെട്ട് NDAയുടെ മീറ്റിംഗ് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ അന്വേഷിച്ചിട്ടില്ല ആ കാര്യത്തിൽ. ഇതിൽ 2020യുടെ മീറ്റിങ്ങുകൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങളത് NDAയുടെ മീറ്റിംഗ് ആയിട്ട് ഇവിടെ നടന്നിട്ടില്ല, ഞാൻ വിളിച്ചിട്ടുമില്ല. അതിലെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അവർ ഉന്നയിച്ച ഒരു ആരോപണം NDA മുന്നണിയിൽ ചേർന്നതുകൊണ്ടാണ് രാജിവെക്കുന്നത്. അതെ, അതിന് കാശ് മേടിച്ചല്ലല്ലോ രാജിവെക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, അവർക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് രാജിവെക്കാം, പോകാം, കുഴപ്പമില്ല. പക്ഷേ 2020യുടെ മുന്നണിയിൽ നിന്ന് പോകുമ്പോൾ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് 2 മാസം മുമ്പാണ് ഞാൻ ചേർന്നത്. 2 മാസം കഴിഞ്ഞിരിക്കുന്നു, 9 ആഴ്ചയായി. ഇപ്പോഴാണ് അവർ രാജിവെക്കുന്നത്. അവരുടെ അഭിപ്രായ വ്യത്യാസത്തിലാണ് എന്താ അഭിപ്രായ വ്യത്യാസം? എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? മുന്നണിയുമായി ചേർന്ന് അതിനങ്ങനെയാണ് അന്നേ രാജിവെക്കണ്ടേ? പിറ്റേ ദിവസം എത്ര ആളുകൾ രാജിവെച്ചു? മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ചു ഇല്ലേ? എന്താ ഇവർ രാജിവെക്കാന്? അപ്പോ തെരഞ്ഞെടുപ്പിൽ കാശ് ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോ രാജിവെച്ചു. അപ്പൊ NDA ചേർന്നോണ്ടല്ല രാജിവെച്ചത്, 20 ലക്ഷം കൈ കിട്ടിയപ്പോ രാജിവെച്ചു. അതാണ് ഇത് തെളിയിക്കുന്നത്. മറ്റൊരു ആരോപണം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നതാണ്. അതായത് ഫോൺ റെക്കോർഡ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിനു മുൻപ് ഒരു ആള് അംഗത്വം രാജിവെച്ച് പോയപ്പോൾ അദ്ദേഹത്തെ വണ്ടി ഇടിച്ചു മരിച്ചു. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആര് വണ്ടി അടിച്ച് മരിച്ചു? ഒരു അംഗം രാജി ആരാണെന്നേ? ഏതംഗം? നിങ്ങൾ ചുമ്മാ റെക്കോർഡില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ ചോദിക്കുന്നേ, ഏത് അംഗം മരിച്ചു? നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നതാണ് ഞാൻ ചോദിക്കണേ, ഏതംഗം മരിച്ചു? പിന്നെ നിങ്ങൾ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളോട് സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒച്ചയെടുക്കണേ, ഒച്ചയെടുക്കാം. ചോദിക്കാൻ ഞാൻ മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ എന്താ ചോദിച്ചേ? ഞാൻ ഇതൊന്ന് പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതാണ്. എന്ത്? അതായത് രാജി പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ ഇതിനു മുൻപ് ഇത്തരം ഒരു രാജി ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ വണ്ടി അടിച്ച് മരിക്കുകയാണ് ചെയ്തിരുന്നത്. അവര് ആ സംഗതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പ്രതിഫലം ഞാൻ തരാം. നിങ്ങൾ ഫോണിൽ അതല്ലേ പറഞ്ഞത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന പ്രതിഫലം തരാന്ന് പറയാം. നിഷേധിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുന്നു. ഇതിന് എന്നാ നിങ്ങൾക്ക് മനസ്സിലായത്? പിന്നെ മലയാളമല്ലേ ഞാൻ പറഞ്ഞത്? നിഷേധിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു വോയിസ് റെക്കോർഡ് ഉണ്ടാവില്ലോ, ഫോണിൽ എല്ലാത്തിലും റെക്കോർഡ് ഉണ്ടല്ലോ. കാര്യം തന്നെയാണ്. ഇത്തരം ഒരു റെക്കോർഡില്ലാത്ത കാര്യമല്ല ഞങ്ങൾ റെക്കോർഡല്ലേ ഇപ്പൊ കേൾപ്പിച്ചത്. ആയിക്കോട്ടെ, നിങ്ങൾ അത് കൊണ്ടുപോകുന്ന ഇതിലേ നിഷേധിക്കട്ടെ. ഞാൻ കൃത്യമായിട്ട് സമയം വെച്ച് ഇന്ന കളറ് ഇന്ന കാറിൽ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായിക്കോട്ടെ, സമയമാണല്ലോ പറഞ്ഞത്, കൃത്യസമയം. അത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് കയറിയ കാര്യം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആര്? അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതാം. ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 27-ാം തീയതിയാണ് ഡീൽ ഉറപ്പിക്കുന്നത്. ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവരം എനിക്ക് കിട്ടിയപ്പോൾ 28-ാം തീയതി ഇവരെല്ലാവരെയും ഞാൻ വിളിച്ചു.
സംസാരിച്ചതാണ്. പൂജ പറയട്ടെ ഇല്ല എന്നുള്ളത്. ഈ വോയിസ് അവരെ കേൾപ്പിച്ചതാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പർമാരും പൂജയായിട്ടുള്ള ഡിസ്കഷൻ വല്ലതും ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കുകയല്ലോ ചെയ്യുമോ? ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ 6 പേരും ഒറ്റക്കെട്ടാണ്. പക്ഷെ NDAയിൽ പ്രവേശിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ പഞ്ചായത്തില് ആണെങ്കിൽ കൂടെ പഞ്ചായത്തില് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് അകൽച്ചയിലായിരുന്നു ഞങ്ങൾ പ്രസിഡന്റായിട്ട്. പണം കൊടുത്തതിന് എന്തെങ്കിലും ഒരു തെളിവ് കയ്യിലുണ്ടോ? പുറത്തു വേണ്ടല്ലേ, കയ്യിലുണ്ടോ? പണം കൊടുത്തതായിട്ട് പറഞ്ഞില്ലല്ലോ. ഡീല് എന്ന് പറഞ്ഞ് പണം കൊടുത്തെന്നാണോ? അതായത് ആരെങ്കിലും അങ്ങനെ ഇന്ന് കൊടുത്ത് ആരെയും മുമ്പിൽ വെച്ച് ക്യാമറയിൽ വെച്ചാണോ കൊടുക്കുന്നത്? എന്തെങ്കിലും തെളിവുണ്ടോ ഇത്തരത്തിൽ അവർ കൂടിക്കാഴ്ച നടത്തി? ഓക്കെ, എന്ന് വെച്ചാൽ BP സെന്റർ കാണുന്ന ഒരു പാപമൊന്നല്ല കേരളത്തിൽ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതുമായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഓക്കെ, റൈറ്റ്. ഇതിൻ്റെ റിലീസും ഈ ശബ്ദരേഖ ഞാൻ തരുന്നുണ്ട്.